ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വ്യത്യസ്തമായ രുചിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമാണ് കേട്ടോ ഈ ഒരു സ്നാക്കിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് കടലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അതായത് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതുപോലെ സ്പൂൺ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു ബാറ്റർ രൂപത്തിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ് കേട്ടോ. പാല് ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. വെള്ളം ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ പാല് ചേർത്തിട്ടാണ് തയ്യാറാക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്കിന് പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അതിൽ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് പാലൊഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ മൈദപ്പൊടിയൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ അല്ല കേട്ടോ, ഇത് കടലപ്പൊടി വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാല് തിളപ്പിച്ചതൊന്നുമല്ല, സാധാ പാൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പാല് ചേർക്കാതെ നിങ്ങൾക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ടേസ്റ്റിന് ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നതിനുള്ളൂ. അതായത് പാല് ചേർക്കാതെ ആണെങ്കിൽ സാധാ പച്ചവെള്ളം ചേർത്തിട്ട് ബാറ്റർ രൂപത്തിൽ ആക്കിയെടുത്താൽ മതി. 1 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/2 കപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 1/2 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് പാലും പിന്നെ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് അളവാണ്. ഒരുപാട് ലൂസും ആവരുത്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റും ആകരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേണ്ട നമുക്ക് കിട്ടാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതുപോലെ വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ കിട്ടാൻ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലപോലെ ചൂടാക്കി എടുക്കുക. ഈ ഒരു ഓയിൽ നല്ലപോലെ ചൂടായിട്ട് കിട്ടണം. നല്ല ചൂടായതിൻ്റെ ശേഷം മാത്രം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാവിന്ന് ഒരു തവി മാവ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ചൂടായിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് മാവൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടെ വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ തവി വെച്ചിട്ട് ഇതിൽ ഇളക്കി കൊടുക്കരുത് കേട്ടോ. 1 മിനിറ്റോളം ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്ക് ഇളക്കി കൊടുക്കാൻ. അതായത് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2-3-4 തവണ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതിന്ന് കോരി മാറ്റാം കേട്ടോ. ഒരുപാട് സമയം വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോവും. അതായത് നമ്മൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ അത്യാവശ്യം ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കരിഞ്ഞ് പോകേണ്ട വെച്ചിട്ട് ഞാൻ ഒന്ന് ഫ്ലെയിം കമ്മിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഫ്ലെയിം കൂട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ബാറ്റർ ഒരുപാട് ലൂസായിട്ടും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റ് ആയിട്ടും പാടില്ല കേട്ടോ. ഒരുപാട് ലൂസായാലും അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റ് ആയാലും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ബാറ്ററിൻ്റെ പരുവം കറക്റ്റാക്കി എടുക്കാം കേട്ടോ. എന്നാലേ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതും 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതും ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് തണുത്ത് വരുന്ന ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ശർക്കരപ്പാനി നമുക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇത് തണുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്.
ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ, വെറും 5 മിനിറ്റ് തന്നെ മാത്രം മതി ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളെടുത്ത അളവിനനുസരിച്ച് ഈ ഒരു ശർക്കര കറക്റ്റ് പാകമാണ് കേട്ടോ, ഒരുപാട് മധുരമൊന്നുമില്ല എന്നാലും കറക്റ്റ് പാകമാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ പൊടി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരപ്പാനി നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. ഇത് തണുത്ത് വന്നപ്പോൾ ഒന്നും കൂടെ ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരിതരിപ്പോട് കൂടി വേണം ഇത് പൊടിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ടിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2-3 തവണയായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് മുഴുവനായിട്ടും പൊടിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് തരിതരിപ്പോട് കൂടെയാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് മാറ്റി വെക്കട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2.5 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പലഹാരം നെയ്യിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. ഇനി നെയ്യില്ലെങ്കിൽ ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം പൊട്ടുകടലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൊട്ടുകടലക്ക് പകരം നിങ്ങൾക്ക് നിലക്കടല അല്ലെങ്കിൽ കാഷ്യൂനട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്ത് തയ്യാറാക്കുമ്പോൾ ഇത് വെറൈറ്റി ആയിട്ടാണ് ഒന്ന് തയ്യാറാക്കുന്നത്. ഇതുപോലെ പൊട്ടുകടലൊക്കെ വറുത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കുന്ന സമയത്ത്. ഒരുപാട് സമയമൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് മാത്രം വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പൊട്ടുകടലൊക്കെ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ പൊട്ടുകടല ഇവിടെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ കുറച്ച് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റോളം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് ഇതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റ് നല്ലപോലെ മാറി കിട്ടണം. നമ്മൾ ഈ ഒരു തേങ്ങ ഈ ഒരു നെയ്യിൽ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിന് നല്ലൊരു രുചിയായിരിക്കും. ഇതിന് പകരം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാനും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഒരുപാട് സമയം റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 10-20 സെക്കൻഡ് മാത്രം റോസ്റ്റ് ചെയ്താൽ മതി. തേങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വെള്ളപ്പറ്റ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇപ്പോൾ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വെള്ളപ്പറ്റൊക്കെ നല്ലപോലെ പോയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുമ്പോൾ തേങ്ങ ഇതുപോലെ ഡ്രൈ ആയിട്ട് എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. അതായത് ശർക്കരപ്പാനി നല്ല ചൂടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തിളച്ച് കിട്ടും. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചൂടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തിട്ടില്ല, പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച ഒരു സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. 2 കപ്പ് ശർക്കരപ്പാനിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത്ര എടുക്കണം കേട്ടോ, എന്നാലുള്ളൂ നമുക്ക് ഇത് നല്ലപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. നമ്മൾ ശർക്കരപ്പാനിയുടെ അളവ് കുറവാക്കിയിട്ടാണ് തയ്യാറാക്കിക്കണമെന്ന് വെച്ചെങ്കിൽ ഇത് പെട്ടെന്ന് വറ്റിയിട്ട് ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പൊടി നല്ലപോലെ കുതിർന്ന് ഇതിൽ സെറ്റായിട്ട് വരണം കേട്ടോ. എന്നിട്ട് വേണം ഇത് വറ്റിച്ചെടുക്കാനും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു ശർക്കരപ്പാനി എന്ന് വെച്ചാൽ 2 കപ്പാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിക്കാൻ
ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയപ്പോഴേക്കും ഇതുപോലെ ആയിട്ടുണ്ട്, കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ വീണ്ടും 2 ടീസ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് നെയ്യ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്താണ്, എന്നാലും നമ്മൾ ഹലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ചും കൂടി അധികം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോഴേ ഇത് കറക്റ്റ് പരുവത്തിലായി കിട്ടുള്ളൂ. ഇതിൽ ഒട്ടും വെള്ളപ്പറ്റൊന്നും പാടില്ല, നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാൻ. ഇപ്പോൾ ഇതാ ഒരു പകുതിയോളം ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ആ ഒരു പാത്രം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കേക്കൊക്കെ തയ്യാറാക്കുന്ന ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ അത് കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ബൗളുകളാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സ്റ്റീലിൻ്റെ ചെറിയ ചെറിയ ബൗളുകൾ ഉണ്ടല്ലോ, അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിലും സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ വശത്തൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇതിന്ന് വിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ സെറ്റാക്കിയിട്ടുണ്ട് പാത്രമൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഏകദേശം 1 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും അത് മുഴുവനായിട്ടും സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൊട്ടുകടല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ വറുത്തെടുത്ത പൊട്ടുകടല അങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, പൊടിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, 1 ടേബിൾ സ്പൂണോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലത്. കാരണം നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇടയിലിടയിൽ ആ ഒരു പൊട്ടുകടലൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ അത് ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ പൊട്ടുകടലയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൂട്ട് കറക്റ്റ് പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടുകടലൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ട് ചൂടോടുകൂടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒരു സ്പാച്ചിൽ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് സെറ്റാക്കി എടുക്കാനും. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മുഴുവൻ കൂട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ, എന്നാലും ഇത് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇതെല്ലാം ചൂടോടുകൂടെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ നല്ല ലെവൽ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്തുതന്നെ ഒരു 1/2 മണിക്കൂർ നേരം വെക്കുമ്പോഴത്തേന് ഇത് നല്ലപോലെ തണുത്ത് കിട്ടും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ശർക്കരയുടെ കളറിനനുസരിച്ചായിരിക്കും കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ ആ ഒരു കളർ കിട്ടുന്നത്. ഒരുപാട് ഡാർക്കായിട്ടുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡാർക്കായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പലഹാരം കിട്ടും. ഇതിൻ്റെ ആ ഒരു സൈഡ് വശം ചെറിയ രീതിയിലൊന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വിടിയിപ്പിച്ചെടുക്കുക. എന്നിട്ട് കയ്യിലേക്കൊന്ന് തട്ടി കൊടുത്താൽ മതി, അപ്പോഴേക്കും ഇത് വിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ, അപ്പോഴേക്കും ഇത് വിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ പലഹാരമൊക്കെ പാത്രത്തിൽ നിന്ന് നല്ലപോലെ വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കുക, അത് കമഴ്ത്തി വേണമെങ്കിലും വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ അടിയിൽ പൊട്ടുകടലൊക്കെ ഇട്ട് നിരത്തി വെച്ചുകൊണ്ട് തന്നെ കാണാനൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതെല്ലാം നമ്മൾ ചേർത്തിട്ടുള്ള ശർക്കരപ്പാനിയുടെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന ഷേപ്പിൽ തന്നെയാണ് കേട്ടോ, അതായത് സ്ക്വയർ ഷേപ്പിലാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കടലപ്പൊടിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു പലഹാരം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും.
ഇത് തയ്യാറാക്കാൻ ഒരുപാട് മെനക്കേടൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് സമയമെടുക്കും തോന്നും, പക്ഷേ കൂടുതലായിട്ടൊന്നും സമയം എടുക്കില്ല. ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും കടലപ്പൊടി വെച്ചിട്ട് ഇതേപോലെ ഒരു പലഹാരം തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.